എനിക്ക് പേഴ്സണലി ഇത് പ്രാങ്ക് ആയിട്ടാണ് തോന്നിയത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ ഒരു ഇന്റർവ്യൂവർ ചോദിക്കോ, ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി DNA എന്ന് പറഞ്ഞ മൂവിക്ക് ഒടുക്കത്തെ പ്രൊമോഷനാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. കിടന്ന് കൊടുത്തിട്ടാണോ മൂവിയിൽ കയറിയത്? കാരണം ക്രിഞ്ച് ചോദ്യം, ക്രിഞ്ച് പച്ചയ്ക്ക് ചോദിക്കുമ്പോൾ ഞാനൊക്കെ ആയിരുന്നെങ്കിൽ ചിലപ്പോൾ ടപ്പേന്നൊരു മൂളൽ അങ്ങോട്ട് കിട്ടിയേനെ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വെറുതെ അല്ല. ഇപ്പൊ ശ്രീനാഥ് ബാസിയൊക്കെ ഇന്റർവ്യൂവിൽ വന്നിട്ട് അത് പറയുന്നു ഇത് പറയുന്നൊക്കെ പറയാം. ഇപ്പോഴത്തെ ബേസിക് ഇന്റർവ്യൂവേഴ്സിൽ ഒരു മാന്യമായ രീതിയിൽ ഇന്റർവ്യൂ ചെയ്യുന്നത് ആരൊക്കെയുണ്ട് ഒന്ന് ആലോചിച്ച് നോക്കിയേ. എത്ര പേരുണ്ട് ഒരു എത്തിക്സ് കീപ്പ് ചെയ്ത് ഓപ്പോസിറ്റ് നിൽക്കുന്ന ഗസ്റ്റിനെ റെസ്പെക്ട് ചെയ്ത് ഒരു ഇന്റർവ്യൂവറിന് വേണ്ട ക്വാളിറ്റീസ് ഉള്ള ഒരു ഇന്റർവ്യൂവറെ നിങ്ങൾ പറ. റോഹൻ ഇപ്പൊ കയറി വരുന്നുണ്ട്, റോഹൻ അത്യാവശ്യം കത്തിയായിട്ട് കയറി വരുന്നുണ്ട്. പക്ഷെ റോഹ ഈ ഓപ്പോസിറ്റ് നിന്നിട്ടുള്ള ഈ ആർഗ്യുമെന്റ് പരിപാടി ക്രിഞ്ച് പരിപാടി. കാരണം ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആ പെങ്കൊച്ച് ആർഗ്യൂ ചെയ്യുന്നതിന് ആ കൊച്ചിനെ ആർഗ്യുമെന്റ് ചെയ്യാൻ അറിയില്ല. ഹെൽത്തി ആർഗ്യുമെന്റ് അല്ല, ഒരു ലോജിക്കില്ലാത്ത ആർഗ്യുമെന്റ് ആണ് ആ കൊച്ചു ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ പരിപാടി നീ ഇനിയും കണ്ടിന്യൂ ചെയ്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ നിനക്ക് ഭയങ്കര ക്രിഞ്ച് അടിക്കുന്നുള്ള കാര്യത്തിൽ ഒരു ഡൗട്ടും ഇല്ല കേട്ടോ. അപ്പോ ഈ അവതാരിക അല്ലെങ്കിൽ ഇന്റർവ്യൂവർ ചോദിച്ചു എനിക്ക് ഫേവറേറ്റ്, എനിക്ക് അവരുടെ പേര് എനിക്ക് കിട്ടുന്നില്ല, അവരെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, ഞാനത് നോക്കട്ടോ. മൈ ഫേവറേറ്റ് അവര് ഇപ്പോഴും ഉണ്ട്, അത്യാവശ്യം നല്ല രീതിയിൽ ഇന്റർവ്യൂ ആണ്. പിന്നെ ഹാപ്പിനെസ്സിലെ അവരൊക്കെ നല്ല നല്ല രീതിയിലെ ചോദ്യങ്ങളും കാര്യങ്ങളൊക്കെയാണ് ചോദിക്കുന്നത്. അപ്പൊ ഈ പെങ്കൊച്ചു വന്നിട്ട് പെട്ടെന്ന് കിടന്നു കൊടുത്തിട്ടാണോ ചോദിക്കാം. അപ്പം അവര് പറയുന്ന ന്യായീകരണങ്ങൾ ഇതാണ് എനിക്ക് ഭയങ്കര ബോൾഡായിട്ട് തോന്നി. അപ്പൊ ഞാൻ ഇങ്ങനെ ഓപ്പൺ ആയിട്ട് ചോദിക്കുമ്പോ ഇല്ല ഞാൻ അങ്ങനെയൊന്നും ഇല്ല എന്നുള്ള ബോൾഡ് റിപ്ലൈ ആണ് ചിന്തിച്ചത് എന്നുള്ളത്. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ ഈ ഉദാഹരണത്തിന് നമ്മുടെ ആരുടെയെങ്കിലും ഒരാളുടെ അച്ഛൻ മരിച്ചു അല്ലെങ്കിൽ അമ്മ മരിച്ചു. അപ്പോ നമ്മള് ഈ പറഞ്ഞ മാതിരി ഇതൊക്കെ ഈ ചോദ്യങ്ങൾക്കൊക്കെ ഒരു ഫ്രെയിമിങ് ഉണ്ട്, മനസ്സിലായോ? അപ്പോ അത് ആ ചോദ്യം ചോദിക്കുമ്പോൾ നിനക്ക് തന്തയില്ലാതായിട്ട് എത്രയാന്ന് ചോദിക്കുന്നതും അച്ഛൻ മരിച്ചിട്ട് എത്രയാന്ന് ചോദിക്കുന്നതും തമ്മിൽ ഡിഫറൻസ് ഉണ്ട്. ഇപ്പൊ തന്തയില്ലാതായിട്ട് എത്രയാന്ന് ഇപ്പൊ ഇവര് പറയാം, ഞാൻ തന്തയില്ലാതായിട്ട് എത്രയാന്ന് ചോദിക്കുമ്പോൾ ഞാൻ വിചാരിച്ചു 3 മാസമായി എന്ന് വിചാരിക്കും എന്നൊക്കെ പറയുന്നത് സാമാന്യ കോമൺ സെൻസ് ഇല്ലാത്തൊരവസ്ഥയാണ്. ഞാൻ ലിറ്ററലി എനിക്ക് ഇതിനെ പ്രാങ്ക് ആയിട്ട് തന്നെ ഫീൽ ചെയ്യുന്നത്. അതല്ലെങ്കിൽ ഈ ഒരു മൂവിയുടെ പ്രൊമോഷൻ ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ നെഗറ്റീവ്സ് ഉണ്ടെങ്കിൽ കാര്യങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കുള്ളൂ. ആ ഒരു നെഗറ്റിവിറ്റിയെ പിടിച്ചു വെച്ചിട്ട് ഈ ഇന്റർവ്യൂ കാണുന്നു, ആ പെൺകുട്ടിയുടെ ഇന്റർവ്യൂ കാണുന്നു, അത് കഴിഞ്ഞതിന് ശേഷം ഇന്റർവ്യൂവർ വന്നിട്ട് വെള്ള പൂശുന്നു, ഇതെല്ലാം ആൾക്കാർ കാണുന്നു. മൂവി ഏതാ DNA ആ ഒരു സംഭവത്തിനുള്ള ഇതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അല്ലാതെ എനിക്ക് ഒരിക്കലും തോന്നുന്നില്ല ഇങ്ങനെ ഒരു ഓപ്പൺ ആയിട്ട്. ഇതിപ്പോ ആ കൊച്ച് ഇന്റർവ്യൂ ചെയ്ത കൊച്ചാണെങ്കിൽ പോലും ഭയങ്കര ഹാർഡായിട്ട് സംസാരിക്കാം. ഇത് പ്യോർലി ഡ്രമാറ്റിക്. ഒരിക്കലും അതൊരു അതിനെ ന്യായീകരിക്കുന്നത് ഞാൻ ആ കുട്ടി ഭയങ്കര ബോൾഡായിട്ട് എനിക്ക് തോന്നി, അപ്പൊ ഞാൻ ചോദിച്ചു അപ്പൊ ഈ കുട്ടി ഇങ്ങനെ പറയുന്നതാണ് വിചാരിച്ചത്. അപ്പൊ ക്വസ്റ്റ്യൻസിന് ഫ്രെയിമിങ് വേണം, എന്തും ആരോട് എന്തും ചോദിക്കാന്നുള്ള വിചാരം ഉണ്ടാവും. ഞാനൊക്കെ ആയിരുന്നെങ്കിൽ പൂരപ്പാട്ടായിരുന്നു ആ കോച്ച് ജീവിച്ചിരിക്കുന്നതേ അവസ്ഥ എന്നുള്ള രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോയേനെ. അപ്പൊ എനിക്ക് ഇതിനെ ഒരു ലോജിക്കായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. ഇൻഡയറക്ട്ലി ഇറങ്ങി വാടാ ഇൻഡയറക്ട്ലി ഒരു പ്രൊമോഷൻ ആയിട്ട് തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അല്ലാതെ ഒരു ലോജിക്കും എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. എവിടെയാണെങ്കിലും ഇപ്പൊ 3-4 ദിവസമായിട്ട് DNA മൂവിയിൽ ആ പെൺകുട്ടിക്ക് പറ്റി. അപ്പൊ എവിടെയും ആ മൂവി അവിടെ രജിസ്റ്റർ ആവുന്നുണ്ട്, മനസ്സിലായോ? പിന്നെ ഇതിനിപ്പോ ഇൻ കേസ് ഇത് പ്രൊമോഷൻ അല്ലാന്നുണ്ടെങ്കിൽ ആ ഇന്റർവ്യൂവർ ഈ പണി നിർത്തി പോകണ്ടാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചോദ്യങ്ങൾക്ക് ഒരു ഫ്രെയിമിങ് വേണം. ഫ്രെയിമിങ് ഇല്ലാത്തോടത്തോളം കാലം ഇതിപ്പോ ഈ പറഞ്ഞ മാതിരി പ്രാങ്ക് അല്ലാന്നുണ്ടെങ്കിൽ ആ കൊച്ചിന്റെ പ്രൊഫഷനെ തന്നെയാണ് ആ കൊച്ചു പണി പാടിയിരിക്കുന്നത്. കാരണം ഒട്ടും ചോദിക്കാൻ പാലാത്തൊരു ചോദ്യമാണ് ചോദിച്ചിരിക്കുന്നത്, അതിനൊടുക്കെ തന്നെ ന്യായീകരണം. സ്റ്റിൽ ഐ ബിലീവ് ഇറ്റ്സ് എ ഇൻഡയറക്റ്റ് പ്രൊമോഷൻ ഓഫ് മൂവി. നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമന്റ് ചെയ്യാം.